പൊട്ടിയ ആൾക്കാരെ ഫസ്റ്റ് നിങ്ങള് വ്യൂ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ബ്ലോഗിലോട്ട് കുറച്ച് എല്ലായിടത്തും നല്ല രീതിക്ക് നമ്മള് ഫാമിലിന്റെ കൂടെ ഒരു റിസോർട്ടിലേക്ക് ട്രിപ്പ് പോകുന്നതാണ്. അപ്പൊ ഫസ്റ്റ് മുതൽ എടുക്കാനൊരു മൂഡിലേരി. അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോ നമ്മള് ഒരു വ്ളോഗ്, ചെറിയൊരു വ്ളോഗ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എന്താ പേര് പറയാ, അതല്ല ചെറിയൊരു നമ്മളെ ടൂറിനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയാം. ആ മിനി വ്ളോഗ്. നമ്മളെ ഡ്രീം കാർ കണ്ടിട്ട് തന്നെ നമുക്ക് തുടങ്ങണ്ട വ്ളോഗ് ഇന്നത്തെ. അല്ല ഫസ്റ്റ് നിങ്ങൾ വ്യൂ കണ്ടില്ലേ, അത് മതി മതി. പിന്നെ നമ്മളെ കൂടെ 10-15 ആൾക്കാരുണ്ടല്ലേ. ഉമ്മാന്റെ രത്തോരാണ്, എന്റെ ഉമ്മാന്റെ വീട്ടിലത്തോരൊക്കെയാണ്. അപ്പൊ ഉമ്മാമ്മയും ഉപ്പാപ്പയും അതേമാതിരി മാമമാരും കുറച്ച് ആളുകളും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ വന്ന ട്രാവലർ കേട്ടോ. മതി മതി മതി. പിന്നെ നമ്മുടെ സ്വിമ്മിങ് പൂളിലൊക്കെ ചാടീന്, പക്ഷെ അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ക്യാപ്ചർ ചെയ്തതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഈ വീഡിയോന്റെ പകുതിയൊക്കെ ആകുമ്പോഴത്തേനും. പിന്നെ എല്ലാരും ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട്. അപ്പൊ ഓരോടൊക്കെ ഒന്ന് നമുക്ക് എന്തൊക്കെ അഭിപ്രായം ചോദിച്ചോക്കട്ടോ. മൂത്തുകൊണ്ടല്ലേ കുറച്ച് വിട്ടിക്കണം. അപ്പൊ നമ്മളെ ടൂർ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചു നേരമായിട്ടുള്ളൂ. 2 മണിക്കാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്തത്. നമ്മള് 1 ഡേ ടൂറാണ് കേട്ടോ. അപ്പൊ ഷെയ്യു വന്നിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. ഷെയ്യു 2 ഷെയ്യുകളും ഇങ്ങോട്ട് വരും. ഇത് നമ്മളെ വീട്ടിശാലത്തെ കാക്കുവിന്റെ ഷെയ്യു, ഇത് നമ്മളവിടെ ഫായിമാന്റെ ഷെയ്യു, നമ്മളെ ഉമ്മാടെ അനിയത്തിയുടെ. അപ്പോ 2 ഷെയ്യും ഒരുമിച്ച് നിന്ന് എന്തായിരുന്നു ഇതുവരെ ഉണ്ടായ ടൂറിന്റെ എക്സ്പീരിയൻസ് അറിയോ? അടിപൊളിയാണ്. പൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. നമ്മള് പിന്നെ ഈ റിസോർട്ടിന്റെ പ്രൊമോഷൻ ആയിട്ടല്ല കേട്ടോ, നമ്മള് ഇവിടെ നമ്മളെ അനുഭവങ്ങളാണ് നമ്മളിവിടെ. അതെ കുറച്ചൊക്കെ. പക്ഷെ നമ്മള് സിമ്പിൾ ആയിട്ട് അഭിനയിക്കണ്ട. നമ്മള് ഓഡിയൻസ് നമ്മളെ ഫാമിലി പോലെയാണ്. ബാഡ്മിന്റൺ ഉണ്ട്, പിന്നെ നമ്മള് കുറച്ചേരം ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നിബു അമ്മന്റെ മൂക്കറിഞ്ഞിട്ട് സൗണ്ട് മാറിയതാട്ടോ. പൂളത്തെ വെള്ളം കൊറേയൊക്കെ കുടിച്ചോണ്ട് സൗണ്ടൊക്കെ മാറിക്കണേ. പിന്നെ ഇതിന്റെ മൂക്കല്ലേ കുറച്ച് വിട്ടേക്ക്. ഇവിടെയാണ് നമ്മള് ഉച്ചക്കവരെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എടാ മൈക്ക്. പിന്നെ ഇതാട്ടോ നമ്മളെ ഫുഡ് കഴിക്കണ ഏരിയ. പിന്നെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. ചില അമ്മൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പറയാനുള്ളത് വ്ളോഗില്? ഇതൊന്നല്ല, ഇത് മൈക്കാണ്. ഒന്നുമില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഉണ്ടാക്കേ ഓണാക്കിയോ? അടുത്തേക്കൊണ്ടല്ലേ കുറച്ച് കുട്ടിക്ക്. നമ്മളെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അളിയാക്കാനെ കാണിച്ചു കൊടുക്കണ്ട. കോസ്റ്റ്യൂമിലാണ്. സുൽത്താനെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാണുന്നില്ലല്ലോ വെളിച്ചത്ത് കിർത്താനെ. എങ്ങനെയുണ്ട്? കറക്റ്റ് പറഞ്ഞോ. ബ്ലോഗിൽ വരും കേട്ടോ, ടിവിയില് കാണാനൊക്കെ. ഓനെ ഒരു പാട്ടടിക്ക മൈക്കില്ല. അവിടെ പോറോ. ആ പാടേ പാടേ പാടേ. എന്നാ വേണ്ട കേട്ടോ, ജാടയാണെങ്കി വേണ്ട മോനെ, നീ പോയിക്കോട്ടോ. പാടുന്ന പാട് പാടൂലേ? ചുട്ടിക്ക് ചുട്ടിക്ക് പാട് പാട്. പൊട്ട രണ്ടാളും ഇങ്ങനെ. ആ പാടേ പാടടാ. അടുത്ത കുറച്ച് എന്റെ വിളിക്കാട്ടോ. ഇതാണ് നമ്മളെ 1ാമത്തെ റൂം കേട്ടോ. ഇത് 2 അല്ല, അല്ല അണ്ടർഗ്രൗണ്ട് അല്ലേ? അത് മറ്റേ ഇത് 2 കടന്നല്. റൂം കുറച്ചേണ്ടി കാണിച്ചരാ. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ഷൂ ഒക്കെ ഇട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ബ്ലാക്ക് ഒക്കെ ഇട്ടാണിട്ട് പോലെ. പിന്നെ അല്ല വന്നു നേരത്തെ വന്നപ്പോ തലാട്ടി പോയി. അപ്പൊ ഇവിടെ അന്റെ തല ഇട്ടുണ്ടോ? നാളെ ഇവിടെ എന്താ ട്രീറ്റ്മെന്റ് ഉണ്ട്. അവിടെ നമുക്ക് പോയേക്കാം. പിന്നെ അതെന്താ പറയുന്നുണ്ട്. പുറത്തൊക്കെ ഉണ്ട് കേട്ടോ, ഷൂ ആണോ. അടുത്ത റൂമ്. അപ്പൊ നമ്മളെ ടി.വി ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളെ ടി.വി ഇതെന്തോ കളിച്ചാണ്ട് കാണിച്ചിരിക്കുന്നത്. കാണിച്ചു കൊടുക്കണ്ട.
ഇത് നമ്മ തന്നെ ഇതൊക്കെ അറ്റാക്ക് ചെയ്താണ്ട് ആകെ കൊളാക്കിട്ടിക്കണ്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യും കുറച്ച് നേരം. നമ്മൾ അലമ്പ് ടീമൊന്നല്ല, കുട്ടികളെ കാട്ടിയാണുണ്ടോ അപ്പൊ ഉള്ള കാര്യം എടുക്ക. ഒഴിക്കണ്ടോ? അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ വന്നെടുക്കാം. മതി മതി മതി. ഫാസ്റ്റ് ലൈൻ്റെ എണ്ണത് ഇപ്പൊ പൂളിൽ ഇറങ്ങിയിട്ട് നമ്മളെ മുടിയൊക്കെ ഇട്ടുണ്ട്. നമുക്ക് എണ്ണ തോന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, റിസോർട്ട് സൂപ്പറാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? അങ്ങനെയൊക്കെ ചോദിക്ക്. ഇങ്ങോട്ട് അടുത്ത് എന്തേ എന്താ പറയണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? അതാ പോയി. അല്ലടാ ഇതേ പറഞ്ഞു എന്നിട്ട് പറ്റിയ പറഞ്ഞേടയ്യോ വിഷയല്ല. അതൊക്കെ അടിച്ചാണ്. അമ്മനിക്ക് എങ്ങനെ വ്ളോഗിൽ അപ്പൊ നമ്മളെ ഫിയമ്മോളെ ഹായ്. അപ്പോഴൊന്നും ആക്റ്റീവ് ആയിട്ട് പക്ഷെ മുറുക്കൊന്നും കൊടുത്തത്. ഉച്ചക്ക് നമ്മള് കൂറ്റമ്പാറ നമ്മളെ നൂർജമ്മായുടെ ഹസ്ബൻഡിന്റെ അടുത്തായിരുന്നു. മൂക്കിന്റെ ഉള്ളിൽ കൊണ്ടല്ലേ ചാല് വിട്ട് പിടിക്ക്. കുഴപ്പമില്ല, മതി. നമ്മള് നൂർജമ്മായുടെ ഹസ്ബൻഡിന്റെ അടുത്തായിരുന്നു ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് സ്പോട്ട് വേണ്ടി കേട്ടോ. നമ്മളെ ട്രിപ്പിനെ പറ്റി എന്തൊക്കെയായിരിക്കും ഇപ്പൊ നിലവിൽ ഇപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് പൂളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് കുട്ടികളെ കാട്ടി മൊട്ട പിന്നാത് നമ്മള് ചക്കര എനർജിയാണ് ചാട പറഞ്ഞ ചാട് ആടിരമ്മ ആട് പാടിരമ്മ. പിന്നടാ ചക്ക സീനാണ്. മൂടട്ടുണ്ടോ? എണ്ണ രാവിലെ അല്ല ഉച്ചക്ക് നമ്മള് കഴിച്ച ഒരു ചെമ്പ് ചോറ് നമ്മൾ ഓടുന്നീന് കേട്ടോ. അത് ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഈ ആംബിയൻസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പോവാം. കാര്യം നടക്കൂല പറഞ്ഞു. നമ്മളെ അമ്മേനെ വൈക്കുന്ന വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. കുട്ടിക്ക് ഫോൺ വിളിക്കുമ്പോ നമ്മള് കയ്യോടെ തൂക്കിയതാണ്. നമ്മളിവിടെ ഇവിടുന്ന് കിട്ടിയത്. ആ ബോർഡ് കാണിച്ചു കൊടുത്തേക്കും. യൂട്യൂബ് ചാനൽ ബാംഗ്ലൂർ കാസർഗോഡ് പിള്ളേരെ കണ്ട് അപ്പൊ അവന്റെ ഭാഷക്ക് മാറി വൈച്ചാനെ കണ്ടു. ഇവരൊക്കെയാണ് മെയിൻ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അവിടെ കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അത്ര ഓഫ് ആയിക്കണേ അല്ലേ? ഇവിടെ ഏതാ അടി കൂടെ എങ്ങനെ മാട്ടി മാട്ടി കൊല്ലാൻ നിക്കണ്ട്. ഇതാരല്ലേ ഓള് കൈ ചേച്ചാ നമ്മളെ പൂള് കേട്ടോ. രാത്രി വ്യൂ നമ്മളെ വേറെ സീനുണ്ടായി. നമ്മളെ മോതിരൊന്ന് ഇതിൽ ചാടി കുറച്ച് ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ചാലോ പോയാണ്ട് ഫുഡ് ചെയ്യാനാണ്. അപ്പൊ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പോവാ. അപ്പൊ നമുക്ക് അവിടെ എന്തൊക്കെയുള്ളതെന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് അടിക്കണം. ഫുഡാണ് നമ്മളെ മെയിൻ. പിന്നെ എന്താ സ്പെഷ്യൽ എന്തൊക്കെയാ പറഞ്ഞേ? എനിക്കറിയില്ല. നമുക്ക് അവിടെ ബഫേ ആണല്ലേ? പോയേക്കാം. ഇല്ലടാ നീക്കല്ലടാ കാണുന്നത്. കാണിച്ചു കൊടുക്കണവരെ ടിവിയില്. അപ്പൊ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ ഫുഡിന്റെ സെക്ഷൻ കേട്ടോ. നമുക്ക് അവിടെ എന്തൊക്കെയാ ഫുഡ് എന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എക്സ്പ്ലോർ അല്ല തിന്നു നോക്കാം. നല്ല എക്സ്പെൻസീവ് ആണ് അതറിയാം. സർപ്രൈസ് ആണ്. ഇപ്പൊ വരും ഫ്ലൈറ്റ് വന്നു കേട്ടോ.
അപ്പൊ നമ്മള് സർപ്രൈസ് നമ്മളെ ഇവരോട് പൊട്ടിച്ചു നിങ്ങൾക്ക് പൊട്ടിച്ചതാ പാത്രം പാത്രത്തിട്ടുണ്ട് ഫുഡ് എന്താന്ന് അറിയണ്ടോ അല്ല എക്സ്പെൻസീവ് സാധനം അല്ല അപ്പൊ ലേറ്റ് ആയിട്ട് അല്ല അപ്പൊ ശരിയാണ് വിഷമത്തോടൊക്കെ രണ്ടട്ടാടി കയറില്ലേ ആളിന്റെ അഞ്ചോ കിട്ടിയില്ലേ കമ്മിറ്റിപ്പാട ഫിറാസ് നമ്മള് ലേറ്റ് ആയിട്ട് വന്നിക്കണം ബ്ലോഗ് ഉണ്ട് സുറാഫ എങ്ങനെ ഇത് പരിപാടി നിങ്ങൾക്ക് രാവിലെ ബൈക്ക് എടുക്കാൻ പറഞ്ഞത് 9 കല്യാണം കഴിഞ്ഞ് വരിക എന്നിട്ട് ഇഷങ്ങനുണ്ട് ആ എന്താ ഇഷങ്ങനുണ്ട് ഇങ്ങോട്ട് മാക്സിമം 10 ഒരു ഫാമിലി 25 അടക്കുന്നുണ്ട് ഷാലുമത്തി അല്ലോ ആരുടെ അല്ല രാസിം പള്ള മേലക്കും ചെറിയ പള്ളാടിയിലും ചോരെ നമ്മള് തിമ്മലാട്ടോ കൊറേ കാലത്തിന് ശേഷം കമ്പി ഉണ്ടപ്പോ ഒന്ന് കേറി വെക്കാം നീ പോ എടാ തൊണ്ട പോയല്ലോ നീ പോ ശയ്യോ നീ പൂനെ വിളിച്ചാ ഗായ്സ് നമ്മളെന്നെ ഇപ്പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളിങ്ങനെ കൊടുക്കട്ടോ നീ പോ ഇങ്ങോട്ട് വാടാ അവിടെ നീ പോ ശരിയാണ് നീ പൂനെ ഉണ്ടടാ അവിടെ ഇന്ന കുടുങ്ങി ഗായ്സ് ഞാൻ അതുമ്പോ ഇറങ്ങിയാൽ ഇപ്പൊ ഞാൻ ഉഗ്ഗും ഈ കമ്പി പൊന്താണ് ഞാൻ കയറുമ്പോ അപ്പുറത്തെ ഒരാളെ നിന്നാലേ എനിക്ക് ഇപ്പുറത്ത് കയറാൻ പറ്റുള്ളൂ എന്താ ഒരു കുത്ത് അവിടെ നീ ഇപ്പൊ അപ്പുറത്തൊന്ന് നിക്കടാ ഞാടെ കുടുങ്ങിയടാ നീ പോ അവിടെ അവന് കേക്കണില്ല അവിടെ എന്നെ രസിക്കാവാടാ ഇന്ന മറന്നോ ഞാൻ പുറത്ത് ഓലോടെ നിന്നാലും എനിക്കുള്ളത് കയറാൻ പറ്റുള്ളൂ നീ കേറ് എടാ തുമ്മ ഇങ്ങനെ കേറിയാ എടാ അതിനുള്ളിൽ കൂടെ കൊള്ളൂല എന്നെ ആ ഇത് എടാ കൊള്ളണില്ല എടാ അടകമ്മാലേ അടക്കട അങ്ങനെ ഇരിക്കാൻ പറ്റുമോട്ടെ എടാ ഞങ്ങള് റോങ്ങായി ഷാനു ആ കുട്ടി ഇങ്ങനെ വന്നേ നീ ഇവിടെ എന്ത് നമ്മള് ബ്ലൂടൂത്തോളാക്കി തരുന്ന എടാ മോനെ എടാ പൊട്ടടാ
ഇത് തോന്നിട്ടില്ല അടിപൊളിയാ ഇന്നത്തെ ആളെ കൊണ്ടുപോറെ കുറച്ചേരം ഇരുന്നിട്ട് വാ മക്കളെ മതിയോ അയ്യോ പിന്നെ ഏതാ മതി അയ്യോ ഇവിടെയൊക്കെ വരികയാണ് നമ്മള് പോയപ്പോ ഇവിടൊക്കെ എത്ര ആള് കൂടി ചന്തി അവിടെ കുടുങ്ങി പല്ലവാറ് ഇപ്പൊ കൊറേ വ്ളോഗ് എടുക്കാൻ മറന്നേ. അപ്പൊ ഇന്ന് ഫുഡിന്റെ ടൈം ആയിക്കണേ. നമുക്ക് ഫുഡ് എന്തൊക്കെയാ നമുക്ക് എടുക്കണ്ടേ. ഇന്നലെ രാത്രിക്കത്തെ ഫുഡ് സർപ്രൈസ് ആണ്. അത് നിങ്ങൾ കണ്ടില്ലല്ലോ, നമ്മളൊന്നും കണ്ടില്ല. ഫുഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി നമുക്ക് ഫുഡിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. നമ്മള് സർപ്രൈസ് ആണോ ഫുഡിൽ എത്തിയില്ലാറ്. നമ്മളെ സർപ്രൈസ് ആക്കി എല്ലാം എത്തിക്കും. ആക്ച്വലി ഇന്നലത്തെ ദേഷ്യം മൊത്തം നമ്മൾ ഇന്ന് ഇത് കൗണ്ടറങ്ങ് കാലിയാക്കും. ലാസ്റ്റ് ജ്യൂസ് കുടിക്കാം. ഫസ്റ്റ് ജ്യൂസ് വെച്ചത് നമ്മൾ എടുത്ത് കുടിക്കാൻ ലോജിക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെറുതായിട്ട് വലിയ ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നമുക്ക് കോൺഫ്ലക്സ് കഴിച്ചാണ്ട് ആരാ പറയണേ റെഡ് നിക്കാ വളം കേട്ടാണ് എത്തിയാണ് ആളെ. ആരെ 2 ടീമാ കേട്ടോ. ഇവരെ കഴിഞ്ഞാ പറ്റാൻ ഇവൻ കഴിഞ്ഞ സ്റ്റൈൽ ഇട്ടിട്ട് ഒരു പരിപാടി. പോ കളിക്കുമ്പോ ആറ്റിറ്റ്യൂഡാണ്. ഫുൾ ഫോൺ മേടിച്ചു മറ്റേ. അയ്യോ ശരി ആറ്റിറ്റ്യൂഡ്. ക്രഷ് അടിച്ചു ഐഫോൺ സർപ്രൈസ്. ഇപ്പൊ തന്നെ ജ്യൂസ് നോക്കാല്ലേ. ഫസ്റ്റ് ജ്യൂസ് വെച്ച സൂപ്പൊക്കെ ഉണ്ട്. കോൺഫ്ലക്സ് വരി വാങ്ങാ. നിങ്ങളാ മുട്ടപ്പൊടി ഇജന്നെ മുന്നിലേക്കണ്ടേ. ബട്ടറും ഇതൊക്കെ തേക്കാനതേക്ക് ഇതൊന്നുമില്ലല്ലോ. പ്രോട്ടീൻ ഉണ്ട്. വ്ളോഗില് തലട്ടിരിക്കുന്നു. ഓണാക്കിയോ? ക്ലിയർ കിട്ടില്ല ജി. ഓണാക്കി 2 മുട്ടയും. ഇപ്പൊ ഞാൻ ലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. 2 മുട്ടയും എനിക്ക് കോൺഫ്ലക്സ് കഴിക്കണം. പണ്ട് ജിമ്മിലായപ്പോ ചാടിച്ചു.
ഇങ്ങനെ ഒരു ചീസ് ഇങ്ങനെ ഉറച്ചിട്ട് ചെയ്തേ. ചെക്ക ഫുള്ളടിയാ. ശരിയായ കളി. ബ്രെഡിന്റെ അതേ ടേസ്റ്റ്. ശരിക്കും ബ്രെഡിന്റെ അതേ ചോയാ. ഷാനവി ജാസ്മിൻ മിലിറ്ററി ആറ്റിറ്റ്യൂഡ്. അടിപൊളി. അടിപൊളിയോ? വ്ളോഗിലാന്ന് എടുക്കല്ലോ. അവിടെ ഭക്ഷണം കിട്ടുന്നില്ല. എന്താ ഭക്ഷണത്തെ പറ്റി ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പൊ ഭക്ഷണം എങ്ങനെയുണ്ട്? അടിപൊളി. ഉഷാറായോ? വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞോ? ഇവരാണ് പൈസ കൊടുത്തത്. ഗ്യാങ്, കമ്മിറ്റി ഗ്യാങ്. നിബു ഒരു ഓട്ടിക്ക. സോനു, സിനാൻഷാസ്. ഓ ഓ ഓ ക്യാമറ വന്നപ്പോ ഫോൺ എടുക്ക. ഓ 24 മണിക്കൂർ ഫോൺ ഫോൺ ഇൻവേർട്ടറോ? ബോയ്സ് നമ്മള് നിബുനെ കിട്ടിക്കണേ. ഫുഡ് എങ്ങനെയുണ്ട്? തീറ്റ പിള്ളേരൊക്കെ ഉണ്ടോ? ഷാനും ക്യാമ. ദുനിയാവിലെ മൂരികളാണ്, മൂത്തതുമാണ് കുരുത്തതുമാണ്, ഔങ്ങാട്ടിലെ അടകണതോ നിലയില് നിലയിലകാണ്, അലാലാണ് വെല്യോലാണ് ബായോളാണ് ദുബായിലെ. ഏയ് മെസ്ര ഏയ് ജിങ്കടാ ഈ അരക്കിലോ ജയിച്ചിട്ട് കളിച്ചാലോ. റോട്ടുമേ അപ്പം അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണ്. അപ്പൊ നമ്മളെ തെസ്മിയ ഉണ്ട്. തെസ്മിയ നമുക്ക് ചാടല്ലേ? ആ ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്? നമ്മളൊരു പ്രൊമോഷൻ ആയിട്ടല്ലേ വ്ളോഗ് എടുക്കുന്നത്. അത് നിങ്ങള് പിന്നെയും പറയണം. നമ്മള് പോയ എക്സ്പീരിയൻസ് ഇത് കണ്ടോളി. ലൊക്കേഷൻ വേണമെങ്കിൽ കമന്റ് ഇട്ടോളിട്ടോ. അയ്യോ അയ്യോ വിളറാക്കി നാട്ടില് പറവണ നോക്ക്, അരവില് തലകളാണ്, ദുനിയാവിലെ പല്ലാണ്. ശരിയാനെ പറ്റി 2 വാക്ക്. അയ്യോ നമ്മളെ ഇറാക്കിട്ടാ ഇവിടെ നല്ലൊരു കോസ്റ്റ്യൂമിലാണ്. അയ്യോ നമ്മളെ പുറത്താക്കി. അവന്മാരോട് ഞാൻ പറഞ്ഞാണ് കുപ്പായിട്ടില്ല. പക്ഷെ അവൻ കുപ്പായിട്ടില്ല. പക്ഷെ നമ്മളൊരു 10 മിനിറ്റ് കുത്തിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ആ റൂം കാണിച്ചു തരാൻ പറഞ്ഞില്ലേ? അയ്യോ ഇവിടെ നിറച്ച് സാധനങ്ങളായിട്ടോ. നാസിം ഉണ്ടാകൊണ്ടാണ് ഈ സൈഡിലൊരു
എന്നാലും ട്രക്കിങ്ങിനെ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ ട്രക്കിങ്ങിന് പോയിട്ടില്ല. ഇല്ല, പോയാൽ അടിയിലാണ്. ആണോ? നമുക്ക് സ്വിമ്മിംഗ് പൂൾക്ക് കടന്നു പോവാം. ഞാനിപ്പോ അവിടെ എത്തിയിട്ടുണ്ട്. വൺ DJ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതാണോ ട്രക്കിങ്? അത് നീ എന്നാ വ്യൂ ആണ്. എന്നാ വ്യൂ! ഈ കാട്ടിലൂടെ നടക്കണം. നീ സാധ്യയുടെ ആ പൈസലും കൊണ്ടുകൂടെ അല്ലെങ്കിൽ സദ്യയും മന്തിയൊക്കെ കഴിച്ചു. തിന്നണ ഒരു തമ്മിൽ ആരും വീട്ടിലെടുക്കാൻ മറന്നു. ഹോട്ടലൊന്ന് കാണിച്ചു കൊടുക്കും. അതെല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഫുഡിനെ പറ്റി രണ്ടു വാക്കും സംസാരിക്കാം. നമ്മളെ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? മന്തി അടിപൊളി. മന്തി ഉണ്ണിപ്പൂര കാണിച്ചു കൊടുക്കുക. എന്നാലും ഞങ്ങൾക്ക് ഉണ്ടല്ലേ ചോറ് ഉഷാറായി, പക്ഷെ സോസ് ഇട്ടില്ലല്ലേ. സോസ് ഇട്ടില്ലാന്ന് കുഴപ്പമില്ല. അടിപൊളി. ശരിയായ അഭിപ്രായം പറയണം. അതിന്റെ ഒരു ഫുഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മറ്റോ ബാഡല്ല, നല്ല ഫുഡല്ല. ഇങ്ങനെ ആടുക. സദ്യ എക്സ്ട്രീമിൽ നല്ല അടിപൊളിയായി കേട്ടോ. ഉരുള പൊട്ടിയ ആൾക്കാരെ വീഡിയോ കേട്ടോ. അല്ലടാ, എന്റെ കണ്ണിന് സ്റ്റൈലാ. മൂക്കിന്റെ ഉള്ളിൽ ഇല്ലല്ല, വൈഡാണ്. വൈഡിലൊന്നും ഞാൻ വെറുതെ പറഞ്ഞ ചെറിയ ചെരുപ്പൂരാൻ പറയില്ല, പക്ഷെ കാണിച്ചെടുക്കണം. ഒക്കെ ഒരേപോലെ തന്നെ. അല്ലടാ, തോന്നുന്നുണ്ടോ അറിയില്ല. ഓ ജിദ്ദിത്തെ മാരില്ലേ? ഞാൻ ഈ വണ്ടി എടുത്താലോ, എന്നിട്ട് നിങ്ങളെ ബൂട്ടിൽ ഇങ്ങനെ വരാം. പാർക്കൊക്കെ വരും ചിലപ്പോ. ഈ ഗ്രാമത്തിൽ ഒരു പേരുണ്ടാവില്ലേ? പിന്നെ നമ്മള് ഇങ്ങനെ ആക്കി ആളെ സെറ്റ് ആയി. മുസ്ലിം ലീഗിന്റെ അല്ലത്. സീക്രട്ട് ഏജന്റ് ഷാലു ഗ്ലാസ്. യൂട്യൂബർ ഫിറാസ് ഗ്ലാൻ. ഇവിടെ ആൾക്കാര് താമസിച്ചാണ്.
സ്വിമ്മിങ് കൊള്ളാം. ഒരു കുട്ടി അപ്പൊ സ്കൂൾ വേണമെന്ന് നമ്മളേ ചൂരൽമല വെള്ളപ്പൊക്കം തന്നെ കണ്ടില്ലേ, കൊറേ ആൾക്കാർ മരിച്ചൊക്കെ കണ്ടില്ലേ. അവിടുത്തെ വീടൊക്കെ കുത്തി അടിച്ചിട്ടുണ്ടോക്കെ, സ്കൂളുണ്ടോക്കെ. കല്ലിലോട്ടാണ് ഈ സ്കൂളിന്റെ ഗ്രൗണ്ട്. അപ്പൊ നമ്മുടെ വ്ളോഗിന്ന് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ഷാനുവിനെ അടിച്ചു വിളിക്കുക. പിന്നെ അവള് ചോറ ചേർത്തിനും നമ്മളെ അടിപൊളി സർപ്രൈസ് ഭക്ഷണം പിന്നെ തിന്നു. സർപ്രൈസ് ഭക്ഷണം നമ്മള് വീഡിയോയിൽ ഇടൂല. നമ്മള് ഇന്നലെ രാത്രി റിസോർട്ട് ഭക്ഷണം എങ്ങനെയാണ് എക്സ്പെൻസീവ്, അത് പറഞ്ഞാൽ വീഡിയോ കാണിക്കാൻ പറ്റൂല. കാണിച്ച വാടകി ഒരു ദിവസം ഒറ്റപ്പായിട്ട് കാണിക്കുന്ന കാണിച്ചാലേ. അപ്പൊ നമ്മളിവിടെ മുക്കട്ടങ്ങാടി എത്താനായി സോനാപ്പടിന്റെ ഇടയില്. സോറി സിനാന്റെ. അപ്പൊ ഷാലുണ്ട് കേട്ടോ അവിടെ. സോനന്റെ കൊച്ചിന് അടക്ക്, സോനു കൊച്ചിന് ഇവിടെ അന്റെ കൊച്ചിന്